കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ ഒരു പരിപാടി നടന്നാലും ഏറ്റവും കൂടുതൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കാണുന്നത് സിനിമാ നടന്മാരെയാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കേന്ദ്രവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പരിപാടി പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ പോലും അതിന്റെ പേരിടുന്നതിൽ പോലും ലാൽ സലാം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അതിന് ആ പാർട്ടിയുടെ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ തത്വങ്ങളുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള അതിബുദ്ധിയോടെ തീഷ്ണ ബുദ്ധിയോടെ സഞ്ചരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ നന്നായിട്ട് അറിയാം. കാരണം ഒരു പ്രത്യേക ടോണിൽ എനിക്ക് തന്നെ ഭയങ്കര അതിശയമാണ്. അഷ്റഫിക്കയുടെ ആ റെൻഡറിങ്, ന്യൂസ് റെൻഡറിങ് എന്ന് പറയുന്നത് വളരെ ചടുലമായിട്ട്, വളരെ കാർക്കശ ബുദ്ധിയോടുകൂടി വിമർശിക്കേണ്ടവരെ വളരെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് പ്രത്യേകതരം ഉച്ചാരണ ശൈലിയോടുകൂടി ന്യൂസ് അവതരിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ജയന്, ആദ്യമായിട്ട് നടൻ ജയൻ അദ്ദേഹത്തിന് ശബ്ദം കൊടുത്ത് വന്ന ആളാണ് അഷ്റഫിക്ക. അന്ന് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാനൊക്കെ അന്ന് അവസരങ്ങൾ ചോദിച്ച് ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഇങ്ങനെ ഈ എന്റെ അമ്മ കളിയാക്കി പറയും. അമ്മ ഇവിടെ SDV സെൻട്രൽ സ്കൂളിലെ അധ്യാപികയായിരുന്നു, അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഞാൻ ഈ സെൻട്രൽ സ്കൂളിൽ തന്നെയാണ് 10th വരെ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എന്റെ വീടാണ്. അപ്പം ഒരുപക്ഷെ KPCCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് എന്റെ വീടുമായിട്ട് വളരെ ബന്ധം. കാരണം എന്റെ അമ്മാവനും വള്ളങ്ങളിലേക്കൊക്കെ കമന്ററി പറഞ്ഞുകൊണ്ടിരുന്ന PS രവീന്ദ്രൻ നായരാണ്. അപ്പൊ അദ്ദേഹവും വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഈ കലയും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ട് ഒരു സെഷൻ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സത്യത്തിൽ എന്നെ വിളിപ്പിച്ചത്. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഈ കലയും രാഷ്ട്രീയവും എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്, ഒരേ സ്വഭാവമാണ്. കാരണം കലയിലായാലും രാഷ്ട്രീയത്തിലായാലും നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുന്നത് ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ഒരേ ലക്ഷ്യത്തോടുകൂടി ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ധൈര്യം കാണിക്കുന്ന കുറെ ലീഡർ. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാർ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ലീഡേഴ്സാണ്. ലീഡേഴ്സ് അല്ലാത്ത ആർക്കും ഒരു പ്രയോറിറ്റി ഒരു സമൂഹം തരുന്നില്ല, ഒരു പാർട്ടി തരുന്നില്ല, ഒരു വ്യക്തിയും ആരെയും അംഗീകരിക്കില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ കഴിവ് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ ഈ കസേരയിൽ അമർന്നിരിക്കുന്ന 500 രൂപ കൊടുത്തിട്ട്. ഇല്ലേ? ഇല്ലാത്ത ആർക്കെങ്കിലും ഇവിടെ കയറാൻ പെർമിഷൻ ഉണ്ടാവുമോ? ആരെങ്കിലും ക്ഷണിക്കുമോ? ആരെങ്കിലുമായിട്ട് ക്ഷണിക്കപ്പെടും? ഒരിക്കലുമില്ല. കബീർ ഖാനോട് വിളിച്ചപ്പോഴേ പറഞ്ഞു. കാരണം പുള്ളി സിനിമയിൽ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ഫാസിൽ എന്ന് പറയുന്ന സംവിധായകന്റെ സിനിമകളുടെ മുഴുവൻ കാര്യനിർവഹകയാണ്. ഇന്ന് വരെ ഫാസിൽ സാർ ഏതൊക്കെ പടം എടുത്തിരുന്നു? നമ്മുടെ മലയാളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഭാഷ വിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ, മനുഷ്യസ്പർശിയായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള സിനിമകൾ അവതരിപ്പിച്ച് ജനങ്ങളെ ആകർഷിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ സംവിധായകൻ. മണിച്ചിത്രത്താഴൊക്കെ അദ്ദേഹത്തിന്റെ എന്താ പറയാ വൈഭവത്തിന്റെ ചെറിയ അംശങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തോട്ട് ഒരുപാട് നല്ല സിനിമകൾ മോഹൻലാലിനെ അവതരിപ്പിച്ച സംവിധായകൻ മഞ്ഞിലിരിഞ്ഞ പൂക്കളിലൂടെ ഇന്നലെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പരാമർശിച്ച പേര് ഫാസിൽ സാറാണ്. ആ പടത്തിന്റെ തൊട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കബീർ ഖാൻ. അദ്ദേഹം സാഹിത്യയുടെ തലപ്പത്ത് ഒരു ഉറപ്പായിട്ടും ശ്രീ മഹേഷിന് ഒരു വലിയ താങ്ങായിട്ട് ആലപ്പി അഷ്റഫിക്കയും കബീർക്കയും മാറും. സംസ്ഥാന തലത്തിൽ ഇതേപോലുള്ള ഒരുപാട് നേതാക്കൾ വരട്ടെ, ഒരുപാട് കോർഡിനേറ്റേഴ്സ് വരട്ടെ, ഒരുപാട് കലാകാരന്മാരെ ചേർത്ത് നിർത്താൻ പറ്റട്ടെ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പുറത്തുനിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതാണ്, എന്നും കലാകാരന്മാരെ ചേർത്തിണക്കി നിർത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒരു കലാപ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എന്നും ആവശ്യമുള്ളതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയും. കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർക്കറിയാം. നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ മിക്സ് ചെയ്ത് ഒന്നിപ്പിച്ച് ഏകോപിപ്പിക്കാൻ വേണ്ട ഒരു കാറ്റലിസ്റ്റ് വേണം. നമ്മുടെ 2 ഓസിനെ കണക്ട് ചെയ്യുന്ന ഒരു കപ്ലിംഗ് പോലെ ഈ കപ്ലിംഗ് ആയിട്ട് മാറാൻ എന്നും കലാ ഫീൽഡിലുള്ള ആൾക്കാരെ നമ്മൾ ഉപയോഗിക്കണം. ഉപയോഗിച്ചേ മതിയാവും. അവരെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്നത്തെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക അവസ്ഥ വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ ഒരു പരിപാടി നടന്നാലും ഏറ്റവും കൂടുതൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കാണുന്നത് സിനിമാ നടന്മാരെയാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കേന്ദ്രവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ അനുഷ്ഠിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. കാരണം അവരെന്ത് ചെയ്യുമ്പോഴും ആ നേട്ടമുണ്ടാക്കുന്നത്, അതിനെ വരുത്തി തീർക്കുന്നത്, ഒരു പരിപാടി പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ പോലും അതിന്റെ പേരിടുന്നതിൽ പോലും ലാൽ സലാം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അതിന് ആ പാർട്ടിയുടെ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ തത്വങ്ങളുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള അതിബുദ്ധിയോടെ തീഷ്ണ ബുദ്ധിയോടെ സഞ്ചരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മുൻകാലങ്ങളിലൊന്നും കലയും കലാകാരന്മാരെ ചേർത്ത് നിർത്തുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്ര കണ്ട് ശക്തിയായിട്ട് കൂർമ്മ ബുദ്ധിയോടെ ചിന്തിച്ചെടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. ഇതിനൊരു മാറ്റം വന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്. ഏതാണ്ട്
2016 മുമ്പ് 2014 തൊട്ട് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്ന കാലം തൊട്ടിട്ടാണ് ഇന്ത്യയിലെ സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചത്. അത് നല്ലതോ ചീത്തയോ നിങ്ങൾ തീരുമാനിക്കാം, എനിക്ക് തീരുമാനിക്കാം. മനസ്സുകൊണ്ട് എനിക്കതിനോട് ചേർച്ചയില്ല. കാരണം ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു സിനിമയിൽ അഭിനയിച്ച് നാഷണൽ അവാർഡിന് പോയി ഒരു ജൂറി അംഗങ്ങൾ കുറെ പേര് ഒരാളെ ഏറ്റവും നല്ല നടനായിട്ട് തീരുമാനിക്കുമ്പോ അദ്ദേഹത്തിന്റെ ജാതിയുടെ പേര് പറഞ്ഞ്, അദ്ദേഹം ഒരു മുസൽമാനായതിന്റെ പേര് പറഞ്ഞ് ആ അവാർഡ് ദാന ചടങ്ങിൽ നിന്ന് ചിലര് മാറി നിൽക്കുക, പ്രസിഡന്റ് മാറി നിൽക്കുക. ഇന്ന് വരെ നമ്മുടെ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു സാറിന്റെ കാലം തൊട്ടിട്ട് അനുഷ്ഠിച്ചു വരുന്ന സാംസ്കാരിക നായകന്മാർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന, ഒരു അംഗീകാരം, അതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും തന്നെ ഒരു സ്പന്ദനം അറിയുന്ന ആൾക്കാരാണ് കലാകാരന്മാരെന്നുള്ള തിരിച്ചറിവില് ഇവിടെ നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ അവരെ അംഗീകരിക്കാൻ പ്രസിഡന്റ് വന്നു നിന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു പ്രാവശ്യം പ്രസിഡന്റ് വരാൻ വിസമ്മതിച്ചു. ഏതൊക്കെയോ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള അന്നത്തെ സാംസ്കാരിക മന്ത്രിയായി ഇന്ന് അവരെ MP പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഇനി അവാർഡ് കൊടുക്കാൻ പോകുന്നത്. എന്തൊരു വിവരക്കേടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ.